പശുക്കടവിലെ ഉൾവനത്തിൽ ഉരുൾപൊട്ടിയതായി ലക്ഷണം കണ്ടു. തൊട്ടിൽപ്പാലം പുഴയിലും കടന്തറ പുഴയിലും മലവെള്ളം ഇരച്ചെത്തി. വിലങ്ങാടും വെള്ളക്കെട്ട് വലച്ചു. ഒറ്റ രാത്രി കൊണ്ട് പൊറുതിമുട്ടി ജനം. ഇരുട്ടി വെളുത്തപ്പോൾ അറിഞ്ഞത് പെരുമഴ വരുത്തിയ വിനാശത്തെക്കുറിച്ചാണ്. കുത്തിയൊലിച്ചെത്തിയ ജലം കണ്ടിടത്തെല്ലാം കയറി ഇറങ്ങിപ്പോയി. അപകടം മണത്ത് പലരും സുരക്ഷിത സ്ഥാനം തേടിപ്പോയിരുന്നു. ഞങ്ങളെ വീട്ടിലങ്ങ് കട്ടുമ്പേലും കിടക്ക എല്ലാം പോതുറന്നു വയ്ക്കും. എല്ലാം വെള്ളത്തിലാണ്. മൊത്തം എല്ലാ വീടുകളിലും വീടിൻ്റെ അകത്തൊക്കെ വെള്ളമാണ്. സാധാരണഗതിയിൽ കാലവർഷം തുടങ്ങിയാൽ ഇവിടുത്തെ പരിസരവാസികൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാകാറ്. മടങ്ങിയെത്തിയപ്പോൾ കണ്ടത് ചെളിയും മണ്ണും നിറഞ്ഞ വീട്ടകങ്ങൾ. അങ്ങനെ ഒരു ചെറിയ വിള്ളൽ പോലെ കാണാൻ തുടങ്ങിയത്. ഞാൻ പിന്നെയും പോയി നോക്കി, കല്ല് ഇറങ്ങുന്നുണ്ടോ എന്നുള്ളത്, പുറത്തേക്ക് പോകുന്നുണ്ടോ തള്ളുന്നുണ്ടോ അതില്ല. അന്നേരം കാല് വേക്കോട്ട് വെച്ച് അന്നേരം എനിക്ക് തോന്നിയ മണ്ണ് താഴ്ന്നുണ്ട് എന്ന്. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയതേ ഉള്ളൂ, ഒരു സ്റ്റെപ്പ് കയറിയതേ ഉള്ളൂ, എല്ലാം കൂടി പൊളിഞ്ഞ് താഴോട്ട് പോയി. 2-2.5 മീറ്റർ വീതി ഇവിടെ തന്നെ ഉണ്ട്, 3 മീറ്ററോളം വീതി ഇവിടെ തന്നെ ഉണ്ട്, എല്ലാം മൊത്തം താഴോട്ട് പോയി. ഓടേരിപ്പൊയിലെ ശോഭയും കുടുംബവും ഇന്നലെ വൈകിട്ട് വരെ സ്വന്തം വീടിന്റെ സുരക്ഷിതത്വത്തിൽ ആശ്വാസത്തോടെ കഴിഞ്ഞവരാണ്. ഒറ്റ രാത്രി കൊണ്ട് അത് ആധിയായി. ഇന്നലെ പെയ്ത മഴയിൽ ഉണ്ടാക്കിയ വലിയൊരു അപകടമാണിത്. അതായത് ആ നിൽക്കുന്ന വീടിന്റെ മുൻഭാഗത്തെ മതിലും ആ വീടിന്റെ മുറ്റവും പൂർണ്ണമായും താഴേക്ക് പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള ദൃശ്യം. ഈ കൂട്ടത്തിൽ വീടിന്റെ മുറ്റം പോയതുൾപ്പെടെ വലിയ ഉരുളൻ കല്ലുകളടക്കം താഴേക്ക് പതിച്ചിരിക്കുന്നു. താഴെയുള്ളത് ഒരു തോടാണ്, ചെറിയ തോടാണ്. ആ തോടിലേക്കും ഇതിന്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും പതിച്ചിട്ടുണ്ട്. അത്രയും ഭീകരമാണ് ദൃശ്യങ്ങൾ. കാരണം ആ വീടിന്റെ മുറ്റം, അതായത് സ്റ്റെപ്പ്, ആ വീട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പിന്റെ ഭാഗം വരെയുള്ള മണ്ണ് പൂർണ്ണമായും താഴേക്ക് പതിച്ചിട്ടുണ്ട്. ഭയങ്കര മഴയായിരുന്നു, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. വരുമ്പോഴത്തേക്ക് ഇങ്ങനെ സംഭവിച്ചത്. ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോ ഇങ്ങനെ കണ്ടത്. ആളുകളൊക്കെ എപ്പോഴും വരുന്നതാണല്ലോ അല്ലെ? എപ്പോഴും ആളുകൾ ഇവിടെ വരുന്നതാ. വീട് താഴെയില്ലേ, എന്തോ ഭാഗ്യത്തിന് കേട്ടങ്ങോട്ട് പോകാണ്ടിരുന്നത്, അല്ലെങ്കിൽ ആ വീട് മുഴുവൻ പോവായിരുന്നു. എന്താ വളരെ ദൗർഭാഗ്യകരമാണ്. എത്രയോ ഫില്ലറൊക്കെ ഇട്ട് വളരെ ശക്തമായിട്ട് കെട്ടിയതാണ്, എന്നിട്ടും അത് ഇതിലൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിരിക്കുന്നത്. ഇപ്പോൾ ശോഭ എന്ന് പറയുന്ന ഒരു മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. ജനങ്ങൾ ഇതിൽ ആകെ ബേജാറായി നിൽക്കുന്ന സാധ്യത. ഇതുവരെ ഇങ്ങനത്തെ ഒരു വെള്ളമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഭയാനകമായ ഒരു ഒന്നും ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിന് ഇവിടെ ശോഭത്തി മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ ഇന്നലെ ഒരു 6-6:30 മണിക്കാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്. ലൈഫ് വഴി അവർക്ക് കിട്ടിയ വീടാണിത്. ആ വീട്ടിലാണ് അവർ ഇത്രയും ദിവസം ജീവിച്ചത്. 3 കൊല്ലം മുൻപെങ്കിലും കെട്ടിയ മതിലാണ്. ആ മതിലും മുറ്റവും പൂർണ്ണമായും തകർന്നിരിക്കുന്നു. അധികം അകലെയല്ലാത്ത ഈങ്ങാപ്പുഴയിലും ദുരിതം തന്നെ ബാക്കി. വീടുകളിലും പള്ളിയിലും ബാങ്കിലും എന്നുവേണ്ട സകല കെട്ടിടങ്ങളിലും വെള്ളക്കെട്ട് വലച്ചു. ഈങ്ങാപ്പുഴ ജംഗ്ഷനിലുള്ള മസ്ജിദിൽ ഇന്നലെ ഏതാണ്ട് 7 മണി 7:30 വലിയ രീതിയിൽ വെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഈ ഈങ്ങാപ്പുഴയുടെ ഭാഗത്തോട് കരയോട് ചേർന്നായാണ് ഈ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 1 അടിയോളം ഈ മസ്ജിദിലേക്ക് വെള്ളം കയറി. രാവിലെ പള്ളി അധികൃതരെത്തിയാണ് വൃത്തിയാക്കിയത്. ചെളിയും മറ്റും ഒക്കെ ഉണ്ടായിരുന്നു പള്ളിയിൽ. രാവിലെ അധികൃതരെത്തി അതെല്ലാം വൃത്തിയാക്കുകയാണ് ചെയ്തത്. ഈങ്ങാപ്പുഴ കര കവിഞ്ഞൊഴുകിയതോടുകൂടെ ഈ കരകളിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഈങ്ങാപ്പുഴ ജംഗ്ഷനിൽ തന്നെ JV ക്ലിനിക്സിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. ഈ ക്ലിനിക്സിലുണ്ടായിരുന്ന നിരവധി മെഡിക്കൽ ഉപകരണങ്ങളും ഒപ്പം തന്നെ മരുന്നുകളും ഈ വെള്ളം കയറിയതുമായി ബന്ധപ്പെട്ട് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. മേശയൊക്കെ മറിഞ്ഞു വീണു, ഉപകരണങ്ങളൊക്കെ താഴെ വീണു നഷ്ടമായിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഒരു 8-9 പ്രാവശ്യം കയറിയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഒരു 1-2 ഫുട്ട് ഹൈറ്റിൽ കയറിയിട്ടുണ്ട്. മുൻപും ഇതുപോലെ വെള്ളം കയറുന്ന സമയത്ത് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര നാശനഷ്ടം ഉണ്ടായിരുന്നു.
ഭയങ്കരമായിട്ട് നാശനഷ്ടം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം അത്യാവശ്യം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. രാവിലെ ജീവനക്കാർ വന്ന് നോക്കുമ്പോഴാണ് ഈ നാശനഷ്ടങ്ങളൊക്കെ അറിയുന്നത്. വലിയ രീതിയിൽ ചെളി കെട്ടിക്കിടക്കുന്ന രീതിയിലായിരുന്നു ക്ലിനിക് ഉണ്ടായിരുന്നത്. മേശമേൽ വച്ചിരുന്ന മെഡിക്കൽ ഉപകരണങ്ങളും അതോടൊപ്പം തന്നെ മരുന്നുകളുമൊക്കെ താഴേക്ക് മറിഞ്ഞ് നശിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെ ജീവനക്കാരെത്തി മെഡിക്കൽ ക്ലിനിക്ക് വൃത്തിയാക്കി. അതോടൊപ്പം തന്നെ ഈ ഈങ്ങാപ്പുഴ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന മോഡേൺ മെഡിക്കൽസ്, അവിടെയും വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഈ ഈങ്ങാപ്പുഴയുടെ ഇരുകരകളിലും ഏതായാലും നിരവധി വീടുകളുണ്ട്. പല വീടുകളിലേക്കും ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട്. വീട്ടുകാരൊക്കെ തന്നെയും ഇന്നലെ വലിയൊരു ആശങ്കയിലായിരുന്നു. അവരൊക്കെ സാധനങ്ങൾ കയറ്റി വെച്ച് അവിടെ നിന്ന് മാറുന്നതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള നീക്കമൊക്കെ നടത്തിയിരുന്നു. ഞങ്ങൾ മഴക്കാലമാകുമ്പോൾ സാധനങ്ങളെല്ലാം കയറ്റി വെക്കുക ചെയ്യുക. അപ്പം പിന്നെ കയറ്റി വെക്കുന്ന സാധനങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. അപ്പം ഫർണിച്ചറുകൾ, പിന്നെ അതേപോലെ വണ്ടി, അങ്ങനെയുള്ള വീട്ടിലുള്ള ഉപകരണങ്ങളെല്ലാം നമുക്ക് എല്ലാ വർഷവും ഇലക്ട്രോണിക് ഐറ്റംസ്, അതായത് വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് നഷ്ടപ്പെടുക. ഒരു വർഷത്തേക്ക് മാത്രം നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും വേറെ പുതിയ സാധനം വാങ്ങേണ്ട ഒരു അവസ്ഥയാണ് നമുക്ക് വരുന്നത്. ഇന്നലത്തെ മഴയിൽ നമുക്ക് മുറ്റം ഗേറ്റ് കടന്ന് മുറ്റം വരെ വെള്ളം വന്നിട്ടുണ്ട്. ഇത് എല്ലാ വർഷവും നമുക്ക് ഇവിടെ നടക്കുന്ന ഒരു കാര്യമാണ്. ഇതിങ്ങനെ നമ്മുടെ ഈ വില്ലയിൽ 12 വീടുകളാണ് നമുക്കുള്ളത്. ആ 12 വീട്ടിലും വെള്ളം കയറും. പിന്നെ കുറച്ച് അങ്ങോട്ട് നോക്കി 20ഓളം വീടുകളിൽ ഇങ്ങനെ വെള്ളം കയറലുണ്ട്. എല്ലാ വർഷവും നമുക്ക് ഈ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ് ഫീൽ ചെയ്യലുള്ളത്. പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരു നില പിന്നെ വീടാണ് നമുക്ക് ഉണ്ടാവാറ്. അതിൻ്റെ പിന്നെ 3/4 ഭാഗത്തോളം നമുക്ക് വെള്ളം വരലുണ്ട് എല്ലാ വർഷവും. നമ്മൾ എല്ലാ പഞ്ചായത്തിലും പിന്നെ വില്ലേജിലും കളക്ടർക്ക് വരെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇറിഗേഷൻ ആൾക്കാർ വന്നിരുന്നു നമുക്കിവിടെ. പക്ഷേ എന്നാലും നമുക്കൊരു കാര്യമായൊരു തീരുമാനത്തിലെത്താൻ സാധിച്ചിട്ടില്ല. തൊട്ടിൽപ്പാലം പൈക്കലങ്ങാടിയിലെ വീടുകളിലും സ്ഥിതി വ്യത്യസ്തമല്ല. മണിക്കൂറുകൾ നീണ്ട മഴ മനസ്സമാധാനം കെടുത്തി. തൊട്ടിൽപ്പാലം പൈക്കലങ്ങാടി എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടുത്തെ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടുകൂടിയാണ് അടുത്തുള്ള വീടുകളിലേക്കൊക്കെ വലിയ രീതിയിൽ വെള്ളം കയറി. ആ വെള്ളമൊക്കെ മഴ ശമിച്ചതോടുകൂടി രാവിലെ ഇറങ്ങുകയും ചെയ്തു. പക്ഷേ ഇറങ്ങുമ്പോഴുള്ള അവസ്ഥയാണിത്. നിറയെ ചെളി നിറഞ്ഞ അവസ്ഥയിലാണ്. വീടുകളിലെല്ലാം വലിയ രീതിയിൽ തന്നെ ചെളി നിറഞ്ഞിട്ടുണ്ട്. ആ വീടുകളിലേക്ക് അവർക്ക് തിരിച്ചു കയറണമെങ്കിൽ ആ ചെളിയെല്ലാം പൂർണ്ണമായിട്ടും അവിടെ നിന്ന് മാറ്റുക തന്നെ വേണം. ഇവിടെയുള്ളവരെല്ലാം, ആ വീടുകളിലുള്ളവരും തൊട്ടപ്പുറത്തുള്ളവരെല്ലാം ചേർന്നുകൊണ്ട് വീടുകളിൽ നിന്ന് ചെളിയെല്ലാം മാറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വീടിന്റെ മുൻഭാഗം, അതായത് മുറ്റം മാത്രമൊന്നുമല്ല, അകത്തേക്ക് കയറിയാൽ പോലും ഈ രീതിയിൽ ഇപ്പോൾ വെള്ളമൊക്കെ അടിച്ച് വൃത്തിയാക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെയാണ്, അതാണ് അവസ്ഥ. ഏകദേശ വർഷങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോ അതിശക്തമായ മഴ 2 ദിവസം പെയ്യുമ്പോ അങ്ങനെ തന്നെ വെള്ളം പൊന്തി വരും. നിങ്ങളെന്താ ഇവിടുന്ന് മാറാറുണ്ടോ? എങ്ങോട്ടാ ഒത്തിരി മാറിയ ഇപ്പൊ രാവിലെ ഇങ്ങോട്ട് വന്ന മുകളിൽ വിട്ടു പോയതാ. ക്യാമ്പ് ഒരുക്കാറുണ്ടോ ഇവിടെ? ക്യാമ്പ്, സ്കൂൾ ക്യാമ്പ് ഉണ്ടാവും. ആരും വിളിച്ചിട്ടില്ല. ആ വീട് നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ മുറ്റത്ത് പിന്നെ മുൻപിൽ റോഡാണ്. ആ റോഡിലേക്ക് ഇറങ്ങുമ്പോഴും റോഡിൽ നിറയെ ചെളി നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ ഉള്ളത്. വീടുകൾ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പൊ ഇനി ബഡ്സ് സ്കൂളിലേക്ക് മാറ്റാം. പിന്നെ അതിനുള്ള സഹായങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാ തവണ ഇതാണ് പ്രശ്നം എന്ന് പറയുന്നു. ഒരു മതിലില്ലാത്തതാണ് പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്. പേഴ്സായിട്ടില്ലേ? അതൊക്കെ വിഷയങ്ങളുണ്ട്. പരിഹരിക്കണ്ടേ? ഇതൊക്കെ പരിഹരിക്കണം. വാർഡ് മെമ്പർ, ഈ പൈക്കലങ്ങാടിയിലെ വാർഡ് മെമ്പർ നുസ്രത്താണ് ഇപ്പോൾ സംസാരിച്ചത്. അവരിവിടെ മതിലിന്റെ കാര്യമൊക്കെ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ പരിഹരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പറയുന്നത്. നമുക്ക് ഈ അംഗൻവാടിയുടെ ദൃശ്യം കാണാം. ഇതിന്റെ തൊട്ടു പിറകിൽ പൈക്കലങ്ങാടി പുഴയാണ്. ആ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടുകൂടി ആദ്യം വെള്ളം കയറിയ സ്ഥാപനങ്ങളിൽ ഒന്ന് ഈ അംഗൻവാടി തന്നെയാണ്. അംഗൻവാടിയുടെ ഈ മുറ്റം മാത്രമല്ല, അകത്തും, അതായത് ജനൽ വഴി, തുറന്നിട്ട ജനൽ വഴിയൊക്കെ അകത്തേക്ക് വെള്ളം കയറി. ആ വെള്ളം ഇറങ്ങിയപ്പോൾ അവിടെ ഒന്നാകെ ചെളി നിറഞ്ഞ അവസ്ഥയിലാണ്. കുട്ടികൾ ഉപയോഗിക്കുന്ന കളിപ്പാട്ടങ്ങളടക്കം അതിനുള്ളിലുണ്ട്. അതൊക്കെ ചെളിയിൽ പൂണ്ട് കിടക്കുന്ന അവസ്ഥയാണ്. ഈ വീടിന്റെയും അവസ്ഥ വളരെ പരിതാപകരമാണ്. കാര്യം വെള്ളം ഇറങ്ങിയതോടുകൂടി ചെളിയെല്ലാം നിറഞ്ഞ്, കുറച്ചുകൂടെ രൂക്ഷമാണ് കാര്യങ്ങൾ. ചെളിയെല്ലാം നിറഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലാണ് വീടൊക്കെ ഉള്ളത്. വീടിന്റെ അകത്തേക്ക് കയറുമ്പോൾ അടുക്കള ഭാഗത്തടക്കം ഈ രീതിയിൽ വെള്ളം കയറി വലിയ ആകെ ഒരു വൃത്തികേടായി കിടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇത്രയും ഭീകരമായിട്ട് കാണുന്നത്. വീടിന്റെ ഉള്ളൊക്കെ അപ്പാട് വെള്ളമായി നിറയെ വല്ലാത്തൊരവസ്ഥ. കണ്ടുവെക്കുമ്പോൾ വല്ലാത്ത ദയനീയം തോന്നും. എല്ലാവരും ഒരുമിച്ച് ചേർന്നാലേ ചെളിയൊക്കെ പുറത്തേക്ക് നീക്കാൻ പറ്റൂ. അതെ, അത് ശരിയാണ്. ഈ മുറ്റത്തിന്റെ ഒക്കെ അവസ്ഥ കാണുമ്പോൾ വല്ലാത്തൊരു
ഭീകരത തോന്നുന്നു. നമുക്ക് ഈ മുറ്റം കാണാം. മുറ്റത്തൊക്കെ വലിയ രീതിയിൽ തന്നെ ചെളി കെട്ടിക്കിടക്കുന്നു. പൂർണ്ണമായിട്ടും വെള്ളം ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടില്ല. ഇപ്പോഴും ഒലിച്ചു പോയതിന്റെ, വെള്ളം ഇറങ്ങിയതിന്റെ ഒക്കെ ബാക്കി ഭാഗങ്ങൾ കൂടെ വെള്ളമൊക്കെ ആ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അകത്ത് കുറെ അടിച്ചൊക്കെ കഴുകി, ഇനി അടിച്ചു കഴുകാനുണ്ട്. പെട്ടെന്ന് കഴിയൂലല്ലോ, നിറച്ചു മണ്ണല്ലേ. എല്ലാ ഭാഗത്തും ചെളിയുണ്ട്. ആ ചെളിയൊക്കെ പൂർണ്ണമായി മാറ്റണം. വീടിന്റെ മുൻപിൽ ചെളിയുണ്ട്. ആ ചെളിയും മാറ്റിക്കഴിഞ്ഞാൽ ഇതിലൂടെ ഒരു പക്ഷെ നടക്കാൻ പോലും കഴിയൂ എന്നുള്ളതാണ്. ഈ മതിൽ, ഈ പുഴക്ക് ഇവിടെ ഒരു മതിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ചെളിയൊന്നും ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു. അല്പമെങ്കിലും ആ വെള്ളത്തെയൊക്കെ തടഞ്ഞു നിർത്തി വെള്ളം കയറുന്നതും ഭാഗ്യമായിട്ടെങ്കിലും ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു എന്ന ഒരു കാര്യമൊക്കെ ഇവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് മേടിച്ച സ്ഥലം 10 സെന്റ്. അത് എൻ്റെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയ ഈ വീട്. ഇനി വേറെ എവിടെയും പോകാനുള്ള വഴിയൊന്നുമില്ല. അത്രയും ദയനീയ സ്ഥലമുള്ളത്. കാര്യമുണ്ടയിലും കരളുപിടയ്ക്കുന്ന കാഴ്ചയാണ്. വീടിന്റെ മുറ്റം ഒറ്റ രാത്രി കൊണ്ടാണ് ഗർത്തമായി മാറിയത്. സമീപത്തെ വീടുകളെയും ബാധിക്കുമോ എന്നാണ് ആശങ്ക. ഇവിടെ ഒരു വീടിന്റെ മുറ്റം പൂർണ്ണമായും തകർന്ന് താഴേക്ക് പതിച്ചിരിക്കുന്നതിന്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നേരത്തെ സമാന ദൃശ്യം ഓടേരിപ്പോയിൽ നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ഈ വീടിന്റെ മുറ്റം, മുകൾ ഭാഗത്താണ് ഈ വീടുള്ളത്, ഉയർത്തിക്കെട്ടിയ സ്ഥലമാണ്. ആ വീടിന്റെ മുറ്റം പൂർണ്ണമായും താഴേക്ക് മണ്ണൊന്നാകെ പതിച്ചിരിക്കുന്നു. എന്നാൽ ആ മണ്ണ് പതിച്ചിരിക്കുന്നത് തൊട്ട് താഴെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു വീടിന്റെ പിറകുവശത്തേക്കാണ്. ഈ രീതിയിൽ, അതായത് ആ വീടിന്റെ സൺഷെയ്ഡിനടക്കം ചെറിയ രീതിയിൽ കേടുപാടുകൾ ഈ മണ്ണിടിച്ചിലിൽ പറ്റിയിട്ടുമുണ്ട്. 2 വീടുകൾക്കും ഒരേ സമയം ഭീഷണിയാവുന്നതാണ് ഈ മണ്ണിടിച്ചിൽ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇപ്പോൾ ഈ മുകളിലെ വീടിന്റെ മുകളിലുള്ള വീടിന്റെ വീട്ടുടമസ്ഥൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കഴിഞ്ഞ ഇനിയിപ്പോൾ തറയായിട്ട് ഒരു 1/2 മീറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഇത്രയും നീളത്തിൽ 20 മീറ്റർ നീളമുണ്ട്. 20 മീറ്റർ നീളത്തിൽ ഇങ്ങനെ ഇടിഞ്ഞ് താന്നു. അതിനകത്ത് കിടക്കാൻ പറ്റിയല്ല. വീടിന് ചെറിയ വിള്ളലുകളൊക്കെ ഉണ്ട്. താഴത്തെ വീടിനും പറ്റിയ അവരുടെ വീടിന്റെ മണ്ണ് ഇതിനകത്ത് കയറിപ്പോയി. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. ഒരു സുരക്ഷിതയല്ല ഇനിയിപ്പം വീട്. മുറ്റടക്കം പോയല്ലോ, അപ്പൊ സ്റ്റെപ്പിലേക്ക് കയറുന്ന ഭാഗം മാത്രമേ ഉള്ളൂ. അതെ, ഇനിയിപ്പോ ഏത് സമയത്തും ഇത് താന്നു പോകാനുള്ളൊരു ചാൻസാ കാണുന്നേ. ഇന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ ഈ ഒരു സൈഡ് കണ്ടേ, പിന്നെ ഞാൻ വാതിൽ തുറന്ന് നോക്കുമ്പോഴത്തേന് പൂർണ്ണമായിട്ടിങ്ങ് പോന്നേ. അത് പേടിച്ചു പോയി. പേടിച്ചെന്ന് വെച്ചാൽ ഒരു വേറെ അങ്ങ് മാറുന്നില്ല. ഇപ്പൊ എന്താ ഇപ്പൊ എവിടേക്കെങ്കിലും മാറേണ്ടി വരുമോ? കാരണം ഇവിടെ നിൽക്കുന്ന അത്ര സുരക്ഷിതമല്ലല്ലോ. മാറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂലിപ്പണി എടുക്കുന്ന. അപ്പൊ കൂലിപ്പണിക്ക് ഇപ്പം മഴയായിട്ട് പണിയില്ല. ഇപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ട് മേടിച്ച സ്ഥലം 10 സെന്റ്. അത് എൻ്റെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയ ഈ വീട്. ഇനി വേറെ എവിടെയും പോകാനുള്ള വഴിയൊന്നുമില്ല. അത്രയും ദയനീയ സ്ഥലമുള്ളത്. കോഴിക്കോട് തൊട്ടിൽ പാലത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറി. എന്നാൽ വെള്ളം കയറിയതിനൊപ്പം തന്നെ തൊട്ടിൽ പാലം പാലോറ മുക്കിലെ ഒരു വീടിന്റെ കിണർ ഇടിഞ്ഞു താഴുന്ന അവസ്ഥയിലാണ്. ഇന്നലെ കനത്ത മഴ പെയ്തതിനെ തുടർന്ന് ഈ വീടിന്റെ, ഇത് ഹോളോ ബ്രിക്സ് കൊണ്ടുണ്ടാക്കിയ കൈവരിയാണ്, കിണറിന്റെ കൈവരിയാണ്. അതാണ് ഈ രീതിയിൽ ഒരു ഭാഗം ഇടിഞ്ഞ് കിണറിലേക്ക് വീണിട്ടുള്ളത്. മണ്ണും അതേപോലെ തന്നെ ഒരു ഭാഗത്തെ മണ്ണും കിണറിന്റെ അകത്തേക്ക് പതിച്ചിട്ടുണ്ട്. ഇത് വലിയ ആഴമൊന്നുമില്ലാത്ത കിണറാണ്. എന്നാൽ നല്ല രീതിയിൽ വെള്ളം ഈ കിണറിൽ ഉണ്ട് താനും. ഈ മുറ്റത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം നിറഞ്ഞിരുന്നു. അതും ഒരു കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ഈ കിണറിന്റെ, ഇവിടുത്തെ ഈ വീടിന്റെ ഉടമസ്ഥൻ ബാബു ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇത് എപ്പോഴാണ് സംഭവം? രാത്രി തന്നെയാണോ? രാത്രി 7:30 മണിക്കാണ്. അതായത് നല്ല മഴയായിരുന്നു. അന്നേരം ഇടിഞ്ഞു വീട്. ഞാനും അമ്മയും അയ്യനും ഇവിടെ കുത്തിരിക്കില്ല. അന്നേരം ഒച്ചയിട, അന്നേരം നോക്കി, അന്നേരമാണ് ഇടിഞ്ഞു പോകുന്നത്. ഏറ്റൊന്നുമില്ല. ഇപ്പം രാവിലെ കെട്ടിയതാ. രാവിലെ ആൾക്കാർ വന്നേരം ഒരു കെട്ടിയതാ. വെള്ളം മഴ പെയ്തിട്ട് ഇതാണ്ടാച്ചിട്ട് കെട്ടിയതാ. ഭൂമം നല്ല ശബ്ദമുണ്ട്. ഞാൻ കോനാരി ഇരുന്നിട്ടുണ്ട്. അന്നേരമാണ് ഒച്ച കേട്ടിട്ട് തിരിഞ്ഞു നോക്കിയത്. അന്നേരമാണ് സംഭവം കാണുന്നത്. എന്തായാലും അതാണ് ഇങ്ങനെ മഴ കൊണ്ട്, കനത്ത മഴ പെയ്യുമ്പോൾ ഒരു പക്ഷേ ഈ രീതിയിൽ ഒക്കെ തണുത്തുറഞ്ഞ് എല്ലാം ഇങ്ങനെ വീഴുന്നൊരവസ്ഥയൊക്കെ ഉണ്ട്. ഈ കിണറിനും സംഭവിച്ചത് അതാണ്. ഇപ്പോൾ കിണറൊക്കെ ഇനി നല്ല രീതിയിൽ നന്നാക്കിയെടുക്കണം. കൈവരി അതിൻ്റെ ചുറ്റുമതിലൊക്കെ കെട്ടണം. ഹോളോബിക്സ് കൊണ്ട് ചുറ്റുമതിലൊക്കെ തിരിച്ചു കെട്ടിയാൽ മാത്രമേ സുരക്ഷിതമായി ഇവർക്ക് മുറ്റത്തൊക്കെ ഇറങ്ങാൻ കഴിയുകയുള്ളൂ. കാസർകോട്ടും കാര്യങ്ങൾ കഠിനമാണ്. മേൽപ്പറമ്പ് നടക്കാലിൽ വീടിന് മുകളിലേക്ക് പതിച്ചത് കൂറ്റൻ പാറയാണ്. ആളപായമില്ല എന്നതാണ് ആശ്വാസം.
തീരപ്രദേശത്തും തീരാ ദുരിതമാണ്. കടലാക്രമണ ഭീതി ഒഴിയുന്നേയില്ല. പറഞ്ഞു മടുത്തതാണ്. എങ്കിലും അടിയന്തര ഇടപെടൽ പ്രതീക്ഷിക്കുന്നുണ്ട് ജനങ്ങൾ. തൃക്കണ്ണാട് പ്രദേശത്തുള്ള തീരദേശവാസികളെല്ലാം തന്നെ വലിയ ഭീതിയോടുകൂടിയാണ് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. കാരണം തൊട്ടു മുൻപേ ഉണ്ടായ ദിവസത്തിലാണ് കനത്ത മഴ പെയ്ത, കടലാക്രമണം ഉണ്ടായ ദിവസത്തിലാണ് തൊട്ടടുത്തുള്ള ആരാധനാലയങ്ങളുടെ ഭാഗമൊക്കെ തന്നെ പൂർണ്ണമായും തകർന്നു പോകുന്ന ഒരവസ്ഥയുണ്ടായത്. അതിനുശേഷം പിന്നീട് തൊട്ടപ്പുറത്തുള്ള മത്സ്യബന്ധന ഉപകരണങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഷെഡ്, അതുപോലെ തന്നെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവരുടെ ഓഫീസും പൂർണ്ണമായി തകർന്ന ഒരവസ്ഥയുണ്ടായി. ഇപ്പോൾ നാട്ടുകാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഇത്രത്തോളം ഗുരുതരമായി തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഇതിപ്പോൾ ഏകദേശം 1 മാസം ആവാറായി. കടൽക്ഷോഭം ദിവസം തോറും കടൽ വളരെ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാഷണൽ തീരദേശ ഹൈവേ തന്നെ പോകുന്ന ഒരു സംശയത്തിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അതുപോലെ കൊടുങ്ങല്ലൂർ മണ്ഡപം ഏകദേശം ഞങ്ങൾ ഒരു 3 ലോഡ് കരിങ്കൽ അവർ ഇടാത്തതുകൊണ്ട് ക്ഷേത്രം വക ഇട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ആ ചുമരുകളൊക്കെ ഇടിഞ്ഞു വീണു. അതിനുശേഷം അപ്പുറം ഒരു നമ്മുടെ മത്സ്യ സാധനങ്ങളൊക്കെ വെക്കുന്ന റൂമുണ്ട്, അതും തകർന്നു. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളായി തകർന്നു വീണ കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് അടക്കമുള്ള ഭാഗങ്ങൾ ഇപ്പോൾ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാഞ്ഞങ്ങാട് കാസർഗോഡ് പാതയിൽ തന്നെ സമാനമായ രീതിയിൽ തന്നെ വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ അജാനൂരും സമാനമായ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ തന്നെ പൂർണ്ണമായും തീരദേശത്തുള്ള അവരുടെ വീടുകൾ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു പല പ്രദേശത്തേക്കും പോവേണ്ട ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. കണ്ണൂരിലും സ്ഥിതി വ്യത്യസ്തമല്ല. മട്ടന്നൂർ ചാവശ്ശേരിക്കടുത്തും ശ്രീകണ്ഠപുരം പയ്യാവൂർ റോഡിൽ കൂട്ടുമുഖത്തും മണ്ണിടിഞ്ഞു. പഴയങ്ങാടി റോഡ് ബ്ലോക്കാണ്, അതായത് നീരൊലിപ്പിൻ്റെ അവിടെ മരം പൊട്ടി വേണ്ടിയിട്ട് ബ്ലോക്കാണ്. അപകട സാധ്യത ഇനിയും ഒഴിഞ്ഞിട്ടില്ല. മട്ടന്നൂരിനടുത്ത് ചാവശ്ശേരി എന്ന സ്ഥലത്തു നിന്നും കൊട്ടാരം റോഡിലാണ് ഇന്നലെ മണ്ണിടിഞ്ഞത്. വലിയ അപകടമാണ് സംഭവിച്ചത്. അതായത് റോഡിന്റെ ഒരു വീടിനോട് ചേർന്ന മിറ്റം ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയാണ് ഉണ്ടായത്. ആ സമയത്ത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ അതുവഴി വന്നു. ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. ഇതിപ്പോൾ ഈ സ്ഥലത്ത് നമുക്ക് നോക്കി കാണാം, ഈ മിറ്റത്തോട് ചേർന്ന് വിണ്ട് കീറിയിട്ടുണ്ട്. ഏത് നിമിഷവും ഇവിടെ നിന്നും ഇടിഞ്ഞ് താഴേക്ക് വീഴാവുന്നൊരവസ്ഥയുണ്ട്. അതായത് വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക ഒരു വശത്ത്, അതേസമയം റോഡിലൂടെ പോകുന്ന യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, റോഡിന് താഴെ താമസിക്കുന്ന വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം സമാന ആശങ്ക നിലനിൽക്കുന്നു. എപ്പോൾ വേണമെങ്കിലും ഈ മഴയത്ത് ഈ ഭാഗം ഇടിഞ്ഞ് റോഡിലേക്ക് വീഴാം എന്നൊരു സ്ഥിതിയാണുള്ളത്. കഴിഞ്ഞ തവണയും സമാനമായ അപകടം ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ശാശ്വത പരിഹാരമാണ് ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആവശ്യപ്പെടുകയും ചെയ്തത്. ഇന്നലെ രാത്രി ഒരു 7:30 മണി സമയത്ത് പിന്നെ ഞാൻ സംഭവം ഒന്നും അറിയില്ല. അപ്പൊ താഴെ നിന്ന് അവര് കല്ല് വീഴുന്ന കണ്ടിട്ട് അവര് വീട്ടുകാർ വിളിച്ച് പറഞ്ഞു തരാന്ന് അറിഞ്ഞത്. അപ്പൊ താഴെ പോയി നോക്കുമ്പോ കണ്ടേരം തന്നെ ഞെട്ടിപ്പോയി. സംഭവം മൊത്തം ഇടിഞ്ഞ് മഴ കനത്തതിന് പിന്നാലെ പാലക്കോട് ചൂട്ടാട് അഴിമുഖത്ത് അപകടം തുടർക്കഥയാവുകയാണ്. 2 ദിവസത്തിനിടെ 2 ഫൈബർ വള്ളങ്ങളാണ് മണൽത്തിട്ടയിലിടിച്ച് അപകടത്തിൽപ്പെട്ടത്. മത്സ്യത്തൊഴിലാളികൾ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ലോകത്ത് എവിടെയും കാണാത്ത രീതിക്കാണ് നമ്മുടെ ഇവിടെ ഇപ്പോൾ ആർബർ ചെയ്തത്. ഈ ആർബർ ഈ കല്ലിങ്ങനെ വീണത് കൊണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മണൽത്തിട്ട് വരാൻ തന്നെ സാധ്യത. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു തല ഇവിടെയും ഒരു തല അങ്ങ് പുതിയങ്ങാടിയിലായിട്ടാണുള്ളത് ഇതിൻ്റെ ഈ ആർബറിൻ്റെ ഈ കൊടിയുള്ളത്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ സമയത്ത് കിട്ടുന്ന എന്തെങ്കിലും മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കേണ്ട വകുപ്പ് തന്നെ ശരിക്കും മുന്നോട്ടേക്ക് പോകാൻ പറ്റും. ഞാനൊരു ഇമ്പോർട്ട് വള്ളത്തിൻ്റെ ഒരു മുതലാളിയാണ്. എനിക്കെന്നെ നഷ്ടപ്പെടുന്നത് 1.5 ലക്ഷം ഉറുപ്പിയോളം എനിക്ക് നഷ്ടമാണ്. ഇന്ന് പറഞ്ഞാൽ ഇവിടെ കെട്ടിയിട്ട് ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്, ഒരുപാട് ആളുണ്ട്. പക്ഷെ ആർക്കും പണിക്ക് പോകാനോ ഒന്നും നമുക്ക് പറ്റുന്നില്ല. ചേട്ടാ, ഇപ്പോൾ ഇവിടെ നിന്ന് മണൽ എടുത്തുകൊണ്ട് പോകാൻ നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടല്ലോ, എന്താ ഇതിൽ ശരിക്കും സംഭവിക്കുന്നത്? അത് 3 വർഷം മുമ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്രകാരം ഇതിൻ്റെ ആഴം കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഡ്രഡ്ജിങ് ചെയ്യണമെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥ തലത്തിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അവർ സ്വാഭാവികമായിട്ടും ഡ്രഡ്ജിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്തത്. വെച്ചുകഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള മണൽ അവർക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള സ്ഥലത്തേക്ക് എത്രയാണോ അതിൻ്റെ സംഭരണശേഷിയുള്ളത് അത്രത്തോളം മാത്രം അവർ എന്താക്കും, ഇതിനെടുക്കും. അത് അവർ മതിയാക്കും. അപ്പോൾ അതിനെക്കൊണ്ട് എന്തുണ്ടായിട്ടില്ല, ഇതുവരെയായിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് അതിൻ്റെ ഉപകാരങ്ങൾ ഉണ്ടായിട്ടില്ല. താൽക്കാലികമായി നമ്മൾക്ക് മത്സ്യബന്ധനം നടത്താൻ വേണ്ടി, അതായത് ഗവൺമെൻറ് തലത്തിൽ നമുക്ക് അവഗണനകൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് മത്സ്യബന്ധനം
നമ്മൾ ഉപജീവന മാർഗ്ഗമാണല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും എങ്ങനെയെങ്കിലും റിസ്ക് എടുത്തിട്ടെങ്കിലും പോകണം എന്നുള്ളൊരു ഒരു വഴി നമ്മൾക്ക് ഉണ്ടാക്കാമെന്നുള്ള ഒരു ആലോചനയിൽ നമ്മൾ സംയുക്തമായിട്ട് ചെയ്യുന്നതാണ്. വടക്ക് മാത്രമല്ല, എറണാകുളത്തും മഴ ദുരിതമാണ്. വരാപ്പുഴയിൽ വെള്ളക്കെട്ട് അനുദിനം അസഹനീയമാകുന്നു. കാൽനടയാത്രക്കാർ പോകുന്നത് മുട്ടോളം വെള്ളത്തിലൂടെയാണ്. ഏകദേശം 18-നും 23-നും വീതിയുള്ള ഒരു തോടാണ് ഇതിങ്ങനെ ഫുള്ള് മൂടിയിട്ട് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു 3 കിലോമീറ്ററിന് അപ്പുറമുള്ള ഈ വെള്ളങ്ങളൊക്കെ ഒഴുകി പോകാണ്ട് യാതൊരു മാർഗവുമില്ല. എലിപ്പനി പോലും റിപ്പോർട്ട് ചെയ്തൊരു പഞ്ചായത്താണ് എലിപ്പനി ഡെത്ത്. ഒരു പാൻഡമിക് സിറ്റുവേഷനുള്ള ഒരു പഞ്ചായത്തിൽ അലംഭാവത്തോടുകൂടി തന്നെയാണ് അവർ ഈ പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്യും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ അനുഭവിച്ചു എന്ന മട്ടില്ല. 10-25 കുടുംബങ്ങളുണ്ട് ഇവിടെ. ഞങ്ങൾ ഈ ചീത്ത വെള്ളം ചവിട്ടിയാണ് ഈ പോണത്. ഇതിപ്പോൾ ഇത് ഒഴുകിപ്പോകാൻ യാതൊരു മാർഗ്ഗമില്ല. പോകേണ്ട കൈത്തോട് അവർ അടച്ചു വെച്ചാക്കി. 23 മീറ്റർ വീതിയുള്ള ഒരു തോടിനെ 11 മീറ്ററാക്കി ചുരുക്കിക്കൊണ്ടാണ് ആ പാലത്തിന്റെ ഡിസൈൻ വരുന്നത്. പുഴയുടെ ഒഴുക്കിനെ തടയുന്ന വിധത്തിലാണ് ആ പാല നിർമ്മാണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആലങ്ങാട് പഞ്ചായത്തിലെ പാടശേഖരങ്ങളിലെ അടക്കം വെള്ളം ഒഴുകി പോകുന്ന ഈ പുഴയെ തടയുന്നതിലൂടെ ആലങ്ങാട് പഞ്ചായത്ത്, വരാപ്പുഴ പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലകൾ ആകമാനം ഇതുപോലെ വെള്ളക്കെട്ടിലേക്ക് പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ ഹൈവേ അതോറിറ്റിക്കാർ തന്ന പണിയാണ്. ഇത് കണ്ട ഈ കാണി ഇങ്ങനെ മുട്ടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇങ്ങനെ നീക്കിയിട്ടുണ്ടെങ്കിൽ ഈ വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടാവില്ല. പക്ഷെ അവരെ പണി അവിടെ നിർത്തി വെച്ചേക്കാണ്. മനസ്സിലായി? മറ്റുള്ള കണ്ട അയാളെ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. കാരണം ഇവിടെ 2 വീലറുകാർ വീണിട്ടുണ്ട്, 3 വീലർ വീണിട്ടുണ്ട്. മറ്റുള്ള ആൾക്കാർക്ക് ഒരു രക്ഷയും കിട്ടിയിട്ടില്ല. മനസ്സിലായി? ഇവരോട് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. കാരണം ഈ വെള്ളക്കെട്ട് കണ്ട ഇവിടെ ഒരു കുളം പോലെ ആക്കി കളഞ്ഞു. എങ്ങനെ ആൾക്കാർ പോകും? സീപോർട്ട് റോഡിൽ സ്വകാര്യ ഫ്ളാറ്റിനോട് ചേർന്നുള്ള കരിങ്കൽ സംരക്ഷണ ഭിത്തി നിലം പൊത്തിയത് ആശങ്കയിലാക്കിയിട്ടുണ്ട്. മേഖലയിൽ അപകട സാധ്യതയാണ്. അടുത്ത 4 ദിവസം കൂടി സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ്. തീരദേശത്തും മലയോരത്തും മുന്നറിയിപ്പുകളുണ്ട്. ജാഗ്രത പ്രധാനമാണ്.